ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മൾ ഇന്ന് +2 മലയാളത്തിൽ, ഹയർ സെക്കൻഡറി +2 മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ, അവസാനത്തെ അധ്യായം, കയ്യൊപ്പില്ലാത്ത സന്ദേശം, എം മുകുന്ദൻ്റെ ഒരു നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. എം മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം. ഈ നൃത്തം എന്ന നോവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ, നൃത്തം. അപ്പം നൃത്തത്തിലെ കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ നമ്മൾ കഥാകൃത്തിനെ, അല്ലെങ്കിൽ നോവലിസ്റ്റാണല്ലോ, നോവലിസ്റ്റും കഥാകൃത്തൊക്കെ ആയ എം മുകുന്ദനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1942 മയ്യഴിയിൽ ജനിച്ചു എം മുകുന്ദൻ. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവാണ് അദ്ദേഹം. നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന എഴുത്തുകാരൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, അതുപോലെ ഫ്രഞ്ച് എംബസിയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥന് ആയിരുന്നു. കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, ഒപ്പം ഒരു ഉയർന്ന ഉദ്യോഗം കൂടി വഹിച്ചിരുന്ന ആളാണ് എം മുകുന്ദൻ. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പറയുന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, ഡൽഹി, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ആദിത്യനും രാധയും മറ്റു ചിലരും, ഒരു ദളിത് യുവതിയുടെ കഥന കഥ, കേശവന്റെ വിലാപങ്ങൾ, നൃത്തം, പ്രവാസം, ഡൽഹി ഗാഥകൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നോവലുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. അതിൽ ഈ ദളിത് യുവതിയുടെ കഥന കഥ, അത് പിന്നെ നമ്മുടെ ഡിഗ്രി തലത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പല നോവലുകളും ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നിങ്ങൾ അതിലെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എത്രയും നമ്മളിപ്പോൾ വായിച്ച ഭാഗങ്ങളെല്ലാം ഇതാണ്, നോവൽ വിഭാഗത്തിൽ പെടുന്നു. ഇനി അടുത്തത് നോക്കാം. 5.5 വയസ്സുള്ള കുട്ടി, ഹൃദയവതിയായ ഒരു പെൺകുട്ടി, കണ്ണാടിയുടെ കാഴ്ച, റഷ്യ, നഗരവും സ്ത്രീയും, ഇതെല്ലാം കഥാസമാഹാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി ഒരു പഠനമാണ്, എന്താണ് ആധുനികത. ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ്, ഒരു വിലയിരുത്തൽ കുറിപ്പൊക്കെയാണ്. അപ്പോൾ സാഹിത്യവുമായിട്ട് ആധുനികത എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ പുരസ്കാരം, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി എന്നിവ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എം മുകുന്ദനെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ വിശദമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, ഇനിയിപ്പോൾ അത് എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഏത് ചോദ്യം വന്നാലും, പ്രധാനമായിട്ട് ഉപന്യാസ ചോദ്യങ്ങളും മറ്റും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഥാകൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറിച്ച്, നോവലാണോ, നോവലിസ്റ്റാണോ, കഥാകൃത്താണോ, കവിയാണോ, ആരായാലും അവരെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ആമുഖത്തിൽ, ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ എം മുകുന്ദനെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ വായിച്ച് മനസ്സിലാക്കി എഴുതുക. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ നൃത്തം എന്ന സൈബർ നോവലിലെ കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന ഭാഗം, അധ്യായം എന്തൊക്കെയാണ് പറയണത് നോക്കാം. ഇപ്പം നമ്മുടെ ഈ ആധുനിക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നമ്മളിതിൽ വായിക്കുന്നത്. കാരണം നമ്മളുടെ ഈ ലാസ്റ്റ് യൂണിറ്റ്
മാധ്യമം എന്നാണല്ലോ അറിയപ്പെടുന്നത് അല്ലേ? മാധ്യമം എന്ന യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണിത്, കയ്യൊപ്പില്ലാത്ത സന്ദേശം. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. ഇത് ടെസ്റ്റ് മെസ്സേജാണ്. എൻ്റെ പേര് അഗ്നി. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയാനുണ്ട്. അതിനു മുൻപ് ഈ സന്ദേശം താങ്കൾക്ക് കിട്ടിയോ എന്നറിയിക്കുക. നന്ദി. അന്ന് മറ്റൊരു വസ്തുത കൂടി അയാൾ മനസ്സിലാക്കി. അപ്പോൾ ഒരാൾ ഒരു സന്ദേശം അയച്ചതാണ്. ടെക്സ്റ്റ് മെസ്സേജ് ആണെന്ന് പറഞ്ഞു. ടെസ്റ്റ് മെസ്സേജ് ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് അയാളുടെ പേര് വെളിപ്പെടുത്തി. എന്താണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യം ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്, ഒരു ടെസ്റ്റ് മെസ്സേജ്. അന്ന് മറ്റൊരു വസ്തുത കൂടി അയാൾ മനസ്സിലാക്കി. ആര്? ഈ മെസ്സേജ് കിട്ടിയ ആൾ. കമ്പ്യൂട്ടറിലൂടെ വരുന്ന സന്ദേശങ്ങളിൽ കയ്യൊപ്പുണ്ടാവുകയില്ല. നാടിൻ്റെയും വീടിൻ്റെയും പേരില്ലാത്ത മേൽവിലാസങ്ങളും കയ്യൊപ്പില്ലാത്ത സന്ദേശങ്ങളും. agni@aol.com ഇതാണ് എന്ത് ചെയ്തിട്ടുള്ള അഡ്രസ്സായിട്ട് കൊടുത്തിട്ടുള്ളത്. agni@aol.com ഇതായിരുന്നു താഴെയുള്ള അഡ്രസ്സായിട്ടുള്ള കാര്യം. ആരാണ് അഗ്നി? അപ്പോൾ ഇത് കിട്ടിയ മെസ്സേജ് കിട്ടിയ ആള് ചിന്തിക്കുക. ഈ കഥാപാത്രത്തിൻ്റെ പേര് ഇതിൽ ശ്രീധരൻ എന്നാണ്. അപ്പോൾ ആരാണ് അഗ്നി? അരനൂറ്റാണ്ടുകാലമായി സംഭരിച്ചിട്ടുള്ള ഓർമ്മകളിൽ ഇരു കൈകൾ കൊണ്ടും ചികഞ്ഞു നോക്കിയിട്ടും അങ്ങനെ ഒരാളെ അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയുണ്ടല്ലോ, നമ്മളിപ്പോൾ അരനൂറ്റാണ്ടു കാലമായി എന്ന് വെച്ചാൽ ഏകദേശം 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തിനിടയിൽ തൻ്റെ പരിചിതരായിട്ട് ഉള്ള ആളുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ അഗ്നി എന്നൊരു പേര് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നില്ല. ഈയിടെയായി ആളുകളുടെ പേരുകൾ ഓർമ്മ വയ്ക്കുന്നതിലും അവരെ തിരിച്ചറിയുന്നതിലും അയാൾക്ക് പ്രയാസം തോന്നുന്നു. മധ്യവയസ്സ് പിന്നിട്ടതിൻ്റെ ലക്ഷണങ്ങളാവാം അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇത് ഇപ്പോൾ ഈയിടെയായിട്ട് ചില ആളുകളുടെ പേരുകളൊന്നും പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. മധ്യവയസ്സ് പിന്നിട്ടതിൻ്റെ ലക്ഷണങ്ങളാവാം അത് എന്ന് നമ്മുടെ കഥാപാത്രം ചിന്തിക്കുകയാണ്. അപ്പോൾ ലക്ഷണങ്ങളാവാം അതല്ല. ഉപയോഗിച്ചു പഴകിയ ചെമ്പുകലം പോലെ തൻ്റെ തലച്ചോറിന് തേയ്മാനം വന്നതാകാം. ആ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് പറയണത്? ഉപയോഗിച്ചു പഴകിയ ചെമ്പുകലം പോലെ തൻ്റെ തലച്ചോറിന് തേയ്മാനം വന്നതാകാം. ഇനി അങ്ങനെ എന്തെല്ലാം കുഴപ്പങ്ങൾ വരാനിരിക്കുന്നു. അപ്പോൾ ഉപയോഗിച്ചു പഴകിയ ഒരു ചെമ്പുകലം, അതിന് തേയ്മാനം വന്ന ഓട്ടയ്ക്കാവുമല്ലോ. അപ്പോൾ അതുപോലെ തേയ്മാനം വന്നതാവാം തൻ്റെ തലച്ചോറിനും എന്നാണ് നമ്മുടെ ഈ വ്യക്തി ചിന്തിക്കുന്നത്, കഥാപാത്രം ചിന്തിക്കുന്നത്. ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ വരാനിരിക്കുന്നു. നെഞ്ചിലേക്കുള്ള ചോരക്കുഴലുകൾക്ക് ക്ലാവ് പിടിക്കുകയും ചോരയിൽ പഞ്ചസാര അലിയുകയും അങ്ങനെ എന്തൊക്കെ. അപ്പോൾ ഇതെല്ലാം എന്താ പറയണത്? നമ്മുടെ ആധുനിക ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ, നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെ അല്പം നർമ്മം കലർത്തിയാണ് പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? നെഞ്ചിലേക്കുള്ള ചോരക്കുഴലുകൾക്ക് ക്ലാവ് പിടിക്കുക എന്ന് വെച്ചാൽ ചോരക്കുഴലുകളിൽ തടസ്സം നേരിടുക. നമ്മൾ പറയില്ലേ, ബ്ലോക്കുകളൊക്കെ വരിക, അറ്റാക്ക് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ലാവ് പിടിക്കുകയും ചോരയിൽ പഞ്ചസാര അലിയുകയും. ചോരയിൽ പഞ്ചസാര അലിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഷുഗറിൻ്റെ ലെവൽ കൂടുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ എന്തൊക്കെ ഇനി മുന്നോട്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് അയാൾ ചിന്തിച്ചത്. അയാൾ ഇങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം? അയാൾക്ക് കിട്ടിയൊരു ടെസ്റ്റ് മെസ്സേജാണ്. അപ്പോൾ അതിൽ പറഞ്ഞ ആളുടെ പേര് ഇയാൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അതാണ് കാരണം. ഇതാണോ ഈ പാരഗ്രാഫിൽ. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കൂ. തനിക്ക് അയാളെ അറിയുകയില്ലെങ്കിലും അഗ്നിക്ക് തന്നെ അറിയാമായിരിക്കാം. അല്ലെങ്കിൽ അയാൾ എന്തിനാണ്
തനിക്ക് അടിയന്തരമായി ഒരു സന്ദേശം അയച്ചത്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട് എന്ന് അറിയിച്ചത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അഗ്നി എന്ന പേര് ഈ പറഞ്ഞ ആളുടെ ഓർമ്മയിലില്ല, നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഓർമ്മയിലില്ല. എന്നാൽ ഈ അഗ്നിക്ക് തന്നെ അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു സന്ദേശം അയച്ചതും. വളരെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നല്ലേ അറിയിച്ചത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത ആളുകൾ എന്തായാലും പ്രധാനപ്പെട്ട കാര്യമൊന്നും പറയാൻ വേണ്ടി ഇങ്ങനെ മെസ്സേജ് അയക്കില്ല. അതാണ് പറഞ്ഞത്. തീർച്ചയായും അഗ്നിക്ക് തന്നെ അറിയാം. കുട്ടിക്കാലം ഒപ്പം ക്ലാസ്സിലിരുന്ന് പഠിച്ചവനോ ഏതെങ്കിലും ഒരു നീണ്ട തീവണ്ടി യാത്രയിൽ കൂടെ സഞ്ചരിച്ചവനോ ആകാം. തലച്ചോറിന് തുരുമ്പ് പിടിച്ചതുകൊണ്ട് മാത്രമാണ് തനിക്ക് അഗ്നിയെ തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പോൾ തലച്ചോറിന് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓർമ്മ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഓർമ്മശക്തി പോയതിൻ്റെ ഒരു സൂചനയാവാം, തൻ്റെ ഓർമ്മയിൽ അത് വരാത്തത് കൊണ്ടാവാം എന്നാണ് ശ്രീധരൻ ചിന്തിക്കുന്നത്. ചെമ്പുപാത്രം ഈയം പൂശുന്നത് പോലെ മാനസമിത്രം ഗുളിക വാങ്ങിക്കഴിച്ച് തൻ്റെ തലച്ചോറിനെ വൃത്തിയാക്കി എടുക്കണം എന്ന് അയാൾ തീരുമാനിച്ചു. ഇവിടെയും അല്പം നർമ്മമുണ്ട്, ഹാസ്യമുണ്ട് അല്ലേ? എന്താണത്? എല്ലാവരും ഇപ്പോൾ ഏതു കാര്യത്തിനും എന്താണ് മരുന്നുകൾ ഉപയോഗിക്കുകയാണ് എന്നൊരു സൂചനയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഓരോന്നും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ചെമ്പുപാത്രം ഈയം പൂശുന്നത് പോലെ എന്നാണ് ഇവിടെ ഉപയോഗിച്ച ശൈലി. ചെമ്പുപാത്രം ഈയം പൂശുന്നത് പോലെ എന്ത് ചെയ്യാൻ? മാനസമിത്രം ഗുളിക. അപ്പോൾ അത് ആരോഗ്യ മാസികകളിലൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഇവിടെ അടുത്ത് പറയുന്നത്. മാനസമിത്രം ഗുളിക വാങ്ങിക്കഴിച്ച് തൻ്റെ തലച്ചോറിനെ വൃത്തിയാക്കി എടുക്കണം എന്നയാൾ തീരുമാനിച്ചു. ഓർമ്മശക്തിയെ പുഷ്ടിപ്പെടുത്താൻ അല്ലെങ്കിൽ എന്താ പറയുക, ഓർമ്മശക്തിയെ പുഷ്ടിപ്പെടുത്താൻ ഇന്ന് ഈ മരുന്നിനുള്ള കഴിവിനെക്കുറിച്ച്, അതാണ് പറഞ്ഞ ഈ മരുന്നിനുള്ള കഴിവിനെക്കുറിച്ച് അയാൾ ആരോഗ്യ മാസികയിൽ വായിക്കുകയുണ്ടായി. അതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ വളരെയധികം ബോധവാന്മാരാണ് ആരോഗ്യത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ ആനുകാലികങ്ങളിലൊക്കെ പരതാനും വായിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആരോഗ്യ മാസികയിൽ അയാൾ കണ്ടതാണ് എന്ത്? ഇങ്ങനെ തലച്ചോറിനെ വൃത്തിയാക്കി എടുക്കാൻ, ഓർമ്മശക്തി പുഷ്ടിപ്പെടുത്താൻ എന്തിന് കഴിയുമെന്ന്? ഈ മാനസമിത്രം ഗുളികയ്ക്ക് കഴിയുന്നു. അപ്പോൾ അയാൾ തീരുമാനിക്കുകയാണ് ഈ ഗുളിക വാങ്ങി കഴിക്കാൻ. പിന്നെ അതിനോടൊന്നിച്ച് അയാൾ ചില കാര്യങ്ങൾ കൂടി പറയുന്നു. കാഴ്ചശക്തി നിലനിർത്താൻ വേണ്ടി വിറ്റാമിൻ എ. അപ്പോൾ നമുക്കറിയാലോ വിറ്റാമിൻ എയുടെ അഭാവം കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും. ഒപ്പം തന്നെ എന്താണ്, അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്താൻ വേണ്ടി വിറ്റാമിൻ എ, കഷണ്ടി വരാതിരിക്കാൻ വിറ്റാമിൻ ഇ, എല്ലിൻ്റെയും പല്ലുകളുടെയും ബലത്തിനു വേണ്ടി കാൽസ്യം, അതുപോലെ അർബുദം തടയാൻ വേണ്ടി ബീറ്റ കരോട്ടിൻ, രക്തത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടി ആസ്പിരിൻ. ഇങ്ങനെ ഇപ്പോൾ തന്നെ പലതരം ഗുളികകൾ അയാൾ പതിവായി കഴിക്കുന്നുണ്ട്. അയാൾക്ക് കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഗുളികകളൊക്കെ അയാൾ വാങ്ങി കഴിക്കുന്നുണ്ട്. എന്തൊക്കെ? കണ്ണിൻ്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ, കഷണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വിറ്റാമിൻ ഇ, അതുപോലെ രക്തത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടി ആസ്പിരിൻ, പിന്നെ എല്ലിൻ്റെയും പല്ലുകളുടെയും ബലത്തിന് കാൽസ്യം. ഇങ്ങനെ പലതരം ഗുളികകൾ അയാൾ ഇപ്പോൾ തന്നെ വാങ്ങി കഴിക്കുന്നതിന് കൂട്ടത്തിൽ ഒരു ഗുളിക കൂടി, മാനസമിത്രം ഗുളിക അല്ലേ? അപ്പോൾ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ, ഓർമ്മശക്തിയെ പുഷ്ടിപ്പെടുത്താൻ എന്ത് ചെയ്യണം? മാനസമിത്രം ഗുളിക കൂടി വാങ്ങി കഴിക്കണം എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ മാനസമിത്രം കൂടി. ഏത്? ഇതുവരെ പറഞ്ഞ കുറേ മരുന്നുകളെ കുറിച്ച് പറഞ്ഞില്ലേ, കൂട്ടത്തിൽ ഒരു ഗുളിക കൂടി കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അയാൾ കഴ്സർ കമ്പോസ് എന്ന കള്ളിക്ക് മുന്നിൽ കൊണ്ടുവന്നു നിർത്തി. മൗസിൻ്റെ ഇടതുവശം ക്ലിക്ക് ചെയ്യുന്നതിനു പകരം വലതുവശത്താണ് വിരലമർത്തിയത്. അയാളുടെ കൈവിരലുകൾക്ക് എപ്പോഴും താല്പര്യം വലതുവശത്തോടാണ്. അയാൾ അഗ്നിക്ക് ഒരു മറുപടി ടൈപ്പ് ചെയ്തു. സന്ദേശം കിട്ടി. നന്ദി. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്വന്തം TP ശ്രീധരൻ. ക്ലിക്ക് ചെയ്ത് അതാണ്ട് ക്ലിക്ക് ചെയ്ത് ആ സന്ദേശം അങ്ങനെ പോയി. ഇങ്ങനെയാണല്ലോ സന്ദേശങ്ങൾ അയക്കുന്നതൊക്കെ അല്ലേ?
ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ മറുപടി അഗ്നിയുടെ വശം എത്തിക്കഴിഞ്ഞിരിക്കും. അഗ്നി ലോകത്തിൽ എവിടെയായാലും. എവിടെ നിന്നാണ് അഗ്നി തനിക്ക് സന്ദേശം അയച്ചത്? ഭൂമിയുടെ മറുവശം കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്നാവാം. ഭൂമിയുടെ മറുവശത്തു നിന്നോ കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നോ ആവാം. എവിടെ നിന്നാണ് എന്നതിന് ഒരു തെളിവൊന്നുമില്ലല്ലോ. സന്ദേശം അഡ്രസ്സ് എങ്ങനെയാണ്? കയ്യൊപ്പില്ലാത്ത സന്ദേശമാണ്. അഡ്രസ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതാണ് പറയണത്. തൊട്ടടുത്ത മുറിയിൽ നിന്നാവാം, ഒരു പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ നിന്നാവാം, അതല്ലെങ്കിൽ ഭൂമിയുടെ മറുവശത്ത് നിന്നാവാം, അല്ലെങ്കിൽ സിലിക്കൺ വാലിയിൽ നിന്നാവാം, എവിടെ നിന്നും ആവാം. ഏതായാലും അയാൾ എവിടെയായാലും അയാൾക്ക് തൻ്റെ സന്ദേശം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്നയാൾ ചിന്തിച്ചു. അടുത്ത നിമിഷം അയാൾ സ്വയം തിരുത്തി. ഇത്തരം ഊഹങ്ങൾക്ക് എന്തു പ്രസക്തി? നാടും വീടുമെല്ലാം മേൽവിലാസങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ. ഇപ്പോൾ അയാൾ അഗ്നിയുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇൻബോക്സിൽ പുതിയ സന്ദേശം വന്നതിൻ്റെതായ സൂചന കണ്ടില്ല. അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ആരെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തയിൽ എപ്പോഴും അയാൾക്ക് എന്താവും പറയാനുണ്ടാവുക എന്നുള്ള ചിന്തയല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് പറഞ്ഞ് കേൾക്കുന്നത് വരെ, അത് അറിയുന്നത് വരെ നമ്മുടെ ഒക്കെ ഒരു ക്ഷമ ഉണ്ടാവില്ലേ, ഒരു ആകാംക്ഷയാണ്. ഈ വ്യക്തി എന്ന് വെച്ചാൽ അഗ്നി എന്ന വ്യക്തി തന്നോട് പറയാൻ പോകുന്ന സന്ദേശം എന്തായിരിക്കും എന്ന് കരുതി ശ്രീധരന് ഒരു എന്താ പറയണത്, അഗ്നിയുടെ മറുപടിക്കായി അയാളെ ശ്രീധരൻ കാത്തു നിൽക്കുകയാണ്. അയാൾക്കൊരു ക്ഷമയില്ലാത്തൊരവസ്ഥ. എപ്പോഴും അയാളെ ഇൻബോക്സിൽ പരതാൻ തുടങ്ങി എന്നാണ്. അയാൾക്ക് പലതരം ജങ്ക് മെയിൽ കിട്ടാറുണ്ടല്ലോ. ആദ്യം അയാൾ അതെല്ലാം ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുമായിരുന്നു. ഒരിക്കൽ ഒരു സൈബർ സന്യാസിയുടെ ശിഷ്യൻ അയച്ച സന്ദേശം. ആ സന്ദേശത്തിന്റെ കോപ്പി 100 പേർക്ക് ഇമെയിൽ ചെയ്താൽ ഓഹരി വിപണിയിലൂടെ തനിക്ക് ഒരു നിധി ലഭിക്കും എന്ന് അയാൾ ആണയിട്ട് പറയുന്നു. ഒട്ടുമുക്കാലും സന്ദേശങ്ങൾ സൈബർ കച്ചവടക്കാരുടേതായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, മൊബൈലിൽ ധാരാളം മെസ്സേജുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതുപോലെ അതിനെ ഒന്ന് എന്താ പറയണത്, അല്പം പരിഹാസം കലർത്തിയ രീതിയിൽ അതിനെ കുറിച്ചൊരു രീതിയിൽ സംസാരിക്കുകയാണ് നമ്മുടെ കഥാകൃത്ത്. ഇപ്പോൾ അയാൾ അത്തരം സന്ദേശങ്ങൾ പൂർണ്ണമായി വായിക്കുക പോലും ചെയ്യാറില്ല. ഈ കമ്പ്യൂട്ടർ കിട്ടിയ ഉടനെ അയാൾ തനിക്ക് വരുന്ന എല്ലാ സന്ദേശങ്ങളും എന്താ പറയുക കൃത്യമായി വായിച്ച് വിലയിരുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾ എന്ത് ചെയ്യാറില്ല, അത്തരം സന്ദേശങ്ങൾ പൂർണ്ണമായി വായിക്കുക പോലും ചെയ്യാറില്ല. ഡോളർ അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡുകളോ ഇല്ലാത്ത അയാൾക്ക് ഈ സന്ദേശങ്ങൾ കൊണ്ട് എന്തുപയോഗം? അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ നമുക്ക് എന്താ പറയണത്, ഇപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആളുകളാണ് ഡോളർ അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡുകളോ ഇല്ലാത്ത തനിക്ക് ഈ സന്ദേശങ്ങൾ കൊണ്ട് എന്ത് ഉപയോഗം? ഹോട്ട്മെയിൽ മേൽവിലാസം ഉണ്ടായതോടെ അയാളുടെ ദിനചര്യയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഈ ഹോട്ട്മെയിൽ അഡ്രസ്സ് എന്താ പറയുക, മേൽവിലാസം വന്നതോടുകൂടി അയാളുടെ ജീവിത രീതിയിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയണത്, അയാളുടെ ദിനചര്യയിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിച്ചു. രാവിലെ ഉണർന്ന് പല്ലു തേച്ച് ചായ കുടിച്ച് പത്രവുമായി ഇരിക്കുന്നതിനു പകരം ഉണർന്ന ഉടനെ നേരെ കമ്പ്യൂട്ടറിന് മുന്നിൽ ചെന്നിരിക്കുന്ന സ്വഭാവം വന്നു. ഇപ്പം എല്ലാവരുടെയും രീതികൾ അതുതന്നെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിലല്ല, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലേ, നീച്ച ഉടനെ മൊബൈൽ ഫോൺ ഓണാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരതിയിട്ടാണല്ലോ നമ്മുടെ ദിനചര്യ ആരംഭിക്കുന്നത്. അപ്പോൾ ആ രീതിയെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്താണ്, നമ്മുടെ ശ്രീധരന് ഹോട്ട്മെയിൽ മേൽവിലാസം ഉണ്ടായതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ വന്ന മാറ്റമാണ് പറഞ്ഞത്. അപ്പോൾ ഉണർന്ന ഉടനെ നേരെ കമ്പ്യൂട്ടർ മുന്നിൽ ചെന്നിരിക്കുക. അയാൾ സാധാരണ ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? രാവിലെ ഉണർന്ന് പല്ലു തേച്ച് ചായ കുടിച്ച് പത്രവുമായി ഇരിക്കുന്നതിന് പകരം പത്രവുമായി ഇരിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ചെന്നിരുന്ന് അയാൾ എന്ത് ചെയ്യും? ഉണർന്ന ഉടനെ നേരെ കമ്പ്യൂട്ടറിന് മുന്നിൽ ചെന്നിരിക്കുന്ന സ്വഭാവം വന്നു. ആദ്യം തനിക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ ഉണ്ടോ എന്ന് തിരക്കിയ ശേഷം യാഹുവിലെ ഒരു സൈറ്റിൽ പ്രവേശിച്ച് അന്നത്തെ വാർത്തകൾ വായിച്ചറിയും. അതിനുശേഷം ചായ,
പല്ലുതേപ്പ് അവസാനമായി. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ശ്രീധരന്റെ അവസ്ഥ. അപ്പൊ ദിനചര്യകളൊക്കെ തകിടം മറിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഓട്ട്മെയിൽ മേൽവിലാസവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്നർത്ഥം. കുട്ടിക്കാലം മുതലേ പല്ലു തേക്കാതെയും കുളിക്കാതെയും ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല എന്ന ശീലത്തോടെ വളർന്ന അയാൾ ഇപ്പോൾ പ്രാതൽ കഴിഞ്ഞാണ് പല്ലു തേക്കുന്നത്. എങ്ങനെയുണ്ട്? പ്രാതൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണ? പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? പല്ലു തേക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ അയാളുടെ ശീലം എന്തായിരുന്നു? കാലത്ത് എഴുന്നേറ്റ് എന്ത് ചെയ്യും? പല്ലു തേക്കാതെയും കുളിക്കാതെയും ഒരു തുള്ളി വെള്ളം കുടിക്കാതിരുന്ന ആളാണ്. ഇപ്പൊ ചെയ്യുന്ന എന്താണ്? പ്രാതലും കഴിഞ്ഞിട്ടാണ് പല്ലു തേക്കുന്നത് എന്നാണ് പറഞ്ഞത്. കുളിര് തുടങ്ങിയാൽ കുളിക്കാതെ ഇരു കക്ഷങ്ങളിലും ഡിയോഡ്രൻറ്റ് സ്പ്രേ ചെയ്ത് ഷർട്ട് എടുത്തിട്ട് ഓഫീസിലേക്ക് പോകുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് കുളിര് തുടങ്ങിയാൽ. തണുപ്പ് തുടങ്ങിയാൽ പിന്നെ കുളിയില്ല. കക്ഷത്തിലെ ഡിയോഡ്രൻറ്റ് പോലുള്ള സ്പ്രേ ഒക്കെ അടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വേഷം മാറി ഓഫീസിലേക്ക് പോകുന്ന ഒരു പതിവിനെ കുറിച്ചാണ് അയാൾ ഇവിടെ സൂചിപ്പിച്ചത്. കുളി ഒരാവശ്യമല്ലെന്നും ശരീരം വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം മതിയെന്നുമാണ് ഇപ്പോൾ അയാളുടെ വാദം. ഇപ്പോൾ നിത്യവും രാവിലെ കുളിക്കുകയും പല്ലേക്കുകയും മറ്റ് ദിനചര്യകൾ അർപ്പിക്കുകയും ചെയ്തിരുന്ന ആളുടെ രീതികൾ തകിടം മറന്ന കാര്യമാണ് പറയണത്. ഇപ്പോൾ അയാളുടെ വാദം എന്താണ്? കുളിയൊന്നും അത്ര അത്യാവശ്യമല്ല, എന്ത് ചെയ്താൽ മതി? ശരീരം വൃത്തിയായി സൂക്ഷിച്ചാൽ മതി എന്നാണ് അയാളുടെ വാദം. കമ്പ്യൂട്ടർ വാങ്ങുകയും ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുകയും ചെയ്തതിനു ശേഷമാണ് അയാളുടെ വിശ്വാസങ്ങളിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങുകയും ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ കഥാപാത്രത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? ഉത്തരം എഴുതാലോ. അപ്പോൾ അയാളുടെ ദിനചര്യ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ അയാൾ നോക്കുകയാണ്. ഇൻബോക്സ്, പുതിയ സന്ദേശം 0, പുതിയ സന്ദേശം 0, ഒന്നുമില്ല. ജങ്ക് സന്ദേശങ്ങളല്ലാതെ പുതുതായി അയാൾക്ക് മറ്റൊന്നും കിട്ടുന്നില്ല. അഗ്നിയിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിൽ അയാൾക്ക് നിരാശ തോന്നി. കാരണം ഒരാൾ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അറിയിക്കാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇട്ടതിന് ശേഷം പിന്നെ ഒരനക്കവുമില്ല. അപ്പോൾ ഇയാൾക്ക് നിരാശ തോന്നി. പിന്നീട് താൻ എന്തിനാണ് നിരാശപ്പെടുന്നത് എന്ന് അയാൾ സ്വയം ചോദിച്ചു. ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത തന്നോട് അഗ്നിക്ക് എന്താണ് പറയുവാനുള്ളത്? മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെ അറിയിക്കുവാനുണ്ട് എന്നാണ് അഗ്നി പറഞ്ഞത്. അതും അല്ലെങ്കിൽ അപരിചിതനെ, അതും അപരിചിതനായ ഒരാൾ ആണ്. ഈ അഗ്നിയെ സംബന്ധിച്ചിടത്തോളം ശ്രീധരൻ അപരിചിതനാണ്, ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അഗ്നിയും അപരിചിതനാണ്. അതാണ്, ആരും അപരിചിതനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ കരുതുകയില്ല അല്ലെ? സാമാന്യ ബുദ്ധിയുള്ളവർ, കോമൺ സെൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെ അപരിചിതരായവർ പരസ്പരം വളരെ രഹസ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൈമാറുന്നത് കരുതാൻ വയ്യ എന്നാണ് പറയണത്. തന്നെ ആരോ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നതായി അയാൾക്ക് തോന്നി. അതാണ് ഈ സൈബർ ഇടങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്? നമ്മളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ അതാണ് സൂചന. ആരോ അയാളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നതായി അയാൾക്ക് തോന്നി. അഗ്നിയുടെ സന്ദേശത്തിനായി കാത്തിരിക്കാതിരിക്കുക, അഗ്നിയെ മറക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഇൻബോക്സ് നോക്കുമ്പോൾ പഴയ സന്ദേശങ്ങൾ 16, പുതിയ സന്ദേശം 1, പുതിയ സന്ദേശം 1. തികഞ്ഞ താല്പര്യക്കുറവോടെ വെളുത്ത മൗസിനു മുകളിൽ ക്ലിക്ക് ചെയ്യുവാനായി കാത്തിരിക്കുന്ന ചൂണ്ടുവിരലുമായി അയാൾ സ്ക്രീനിൽ നോക്കിയിരുന്നു. ഇൻബോക്സിലേക്ക് പോകുന്നതിനു പകരം അയാൾ ഫോൾഡറിലേക്ക് പോയി ക്ലിക്ക് ചെയ്തു. അവിടെ നിന്ന് അയാൾ പിറകോട്ട് പോയി യാഹുവിലെത്തുകയും അവിടെ നിന്ന് ഒരു സെർച്ച് എഞ്ചിനിലൂടെ കടന്ന് എന്തോ തിരയുന്ന ഒരു വാൽനക്ഷത്രത്തെ പോലെ സൈബർ സ്പേസിലൂടെ അലഞ്ഞു തിരിയുകയും ചെയ്തു. അയാളപ്പോൾ സന്ദേശം തുറക്കാതെ അയാൾ നേരെ യാഹുവിലേക്ക് പോയി ഓരോ സൈറ്റുകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഫ്യൂർവർണിനെ പോലെ
കപ്പലിലോ അല്ലെങ്കിൽ കാൽനടയായോ ഒരാൾക്ക് ലോകം ചുറ്റി വരാൻ കഴിയും. എന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും സൈബർ സ്പേസിൻ്റെ ഒരംശം പോലും തനിക്ക് ചുറ്റിക്കാണുവാൻ കഴിയുകയില്ല. അയാൾ വിചാരിച്ചു. അടുത്ത നിമിഷം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഇത്തരം ആലോചനകൾക്ക് സ്ഥാനമില്ലെന്ന് അയാൾ സ്വയം ഓർമ്മിപ്പിച്ചു. കമ്പ്യൂട്ടർ തത്വവിചാരങ്ങളുടെ ഘാതകനാണ്. അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ തത്വവിചാരങ്ങളുടെ ഘാതകനാണ്. ഒഴിവു ദിവസമായതുകൊണ്ട് അയാൾ കുറച്ചു നേരം കൂടി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നു. ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നത് പോലെ ലക്ഷ്യമില്ലാതെ കമ്പ്യൂട്ടറിന് മുമ്പിൽ വെറുതെ ഇരിക്കുവാനും കഴിയും. അയാൾ പല സൈറ്റുകളിൽ വീണ്ടും കയറി ഇറങ്ങി. അതും അടുത്തപ്പോൾ പുതുതായി തുടങ്ങിയ ഒരു സെർച്ച് എഞ്ചിനിൽ കയറി. പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് മോഡേണിസം എന്നൊരു പോയിന്റിൽ എത്തി അത് ക്ലിക്ക് ചെയ്തു. ഉത്തരാധുനികതയെക്കുറിച്ച് 4 പേജ് വിവരങ്ങൾ പ്രിന്ററിലൂടെ പുറത്തു വന്നു. ഈ ഉത്തരാധുനികത അത് മലയാള വാക്ക്. പോസ്റ്റ് മോഡേണിസം എന്നാണ് ആദ്യം പറഞ്ഞത്, അതിൻ്റെ മലയാളമാണ് ഉത്തരാധുനികത. ഉത്തരാധുനികതയെക്കുറിച്ച് 4 പേജ് വിവരങ്ങൾ പ്രിന്ററിലൂടെ പുറത്തു വന്നു. തനിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ആ വിവരങ്ങളിലൂടെ ഒന്നു കണ്ണോടിച്ച ശേഷം അയാൾ കടലാസു ചുരുട്ടി മേശയുടെ ചുവട്ടിലെ ചവറ്റുകൊട്ടയിലിട്ടു. അയാൾക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങളും ഇമെയിലുകളുമാണ് നെറ്റിൽ നിന്ന് അയാൾക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നത്. അതെല്ലാം ആവശ്യമില്ലാത്തതാണോ? തൻ്റെ ഹിപ്പോക്രസിയിൽ അയാൾ സ്വയം സഹതപിച്ചു. തിരികെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ഇൻബോക്സിലേക്ക് ക്ലിക്ക് ചെയ്തു. ഒരിക്കൽ കൂടി എന്താണ്? agni@aol.com എന്നൊരു മെസ്സേജ് കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എം മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. സാധാരണ വരാറുണ്ട്. എന്താണത്? മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ ഏത്? അപ്പോൾ നൃത്തം എന്നാണ് അതിൻ്റെ ഉത്തരം. എഴുതിയത് എം മുകുന്ദൻ. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? തനിക്ക് അയാളെ അറിയുകയില്ലെങ്കിലും അഗ്നിക്ക് തന്നെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ അയാൾ എന്തിനാണ് തനിക്ക് അടിയന്തിരമായി സന്ദേശം അയച്ചത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രീധരൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ പ്രതീതി യാഥാർത്ഥ്യത്തിലൂടെ ഇവിടെ അതാണ് പ്രതീതി യാഥാർത്ഥ്യം. പ്രതീതി എന്ന് പറഞ്ഞാൽ തോന്നൽ. ഉണ്ട് എന്നുള്ള യഥാർത്ഥത്തിലുള്ളതല്ല, ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. പ്രതീതി യാഥാർത്ഥ്യത്തിലൂടെ സൃഷ്ടിച്ച മാറ്റങ്ങൾ കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പാഠഭാഗത്ത് കാണാം. മറ്റു സന്ദർഭങ്ങൾ കണ്ടെത്തി അവ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റി തീർത്തതെങ്ങനെ എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് ഉണ്ടാക്കുക. ഇതാണ് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അധ്യായത്തിലെ നല്ല രീതിയിൽ അദ്ദേഹത്തിലെ ആശയങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവുകയും പരീക്ഷയ്ക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.